നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, ദേശീയ തലത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള നേഷൻ ഫസ്റ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. ഇന്നും സുപ്രധാനമായ ഒട്ടനേകം വാർത്തകൾ ദേശീയ തലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഓരോ വാർത്തയിലേക്കായി പോവുകയാണ്. ഒന്ന്, കേരളത്തിന്റെ ദേശീയപാതാ വികസനത്തിനായി 2039 കോടി രൂപയുടെ സഹായം അനുവദിച്ച നരേന്ദ്രമോദി സർക്കാർ എന്നതാണ് വാർത്ത. അനുവദിച്ച പ്രധാനപ്പെട്ട പദ്ധതികൾ, തുക അനുവദിച്ച പ്രധാനപ്പെട്ട പദ്ധതികൾ ഏത് എന്നുകൂടി വിശദീകരിക്കാം. കൊല്ലം തേനി 4-വരിപ്പാത കടവൂർ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെ 1663 കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചിട്ടുള്ളത്. കോഴിക്കോട് പാലക്കാട് NH 966 പ്രവൃത്തികൾക്കായി 172 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കൊല്ലം തിരുമംഗലം NH 744 വികസനത്തിനായി 98 കോടി 40 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പഴയ ഹൈവേ നവീകരണം, അതായത് കഴക്കൂട്ടം ബാലരാമപുരം ഹൈവേ നവീകരണത്തിന് 66 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വയനാട് കർണാടക കബനി നദിക്ക് കുറുകെയുള്ള പാലം, പെരിക്കല്ലൂർ ബൈരക്കുപ്പ പാലം, അതിന് 40 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തെ ചേർത്ത് പിടിക്കുകയാണ് ഓരോ കാര്യങ്ങളിലും. നിതിൻ ഗഡ്കരി ഈ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ BJP ഭരിക്കുന്നതെന്നോ പ്രതിപക്ഷം ഭരിക്കുന്നതെന്നോ വ്യത്യാസം ഈ നിമിഷം വരെ കാണിച്ചിട്ടില്ല. മനസ്സിലാക്കേണ്ട, നമ്മൾ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ നടത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മാറ്റിവെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടിസ്ഥാന സൗകര്യ വികസനം അത് രാജ്യത്തിന്റെ എല്ലാ കോണിലും ഉണ്ടായാൽ മാത്രമേ രാഷ്ട്രത്തിന് വികസനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിയും ഈ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആവശ്യപ്പെട്ടിട്ടല്ല നൽകുന്നത്. നേരെ മറിച്ച് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വികസനം ഉണ്ടാകണം, അവസാനത്തെ വരിയിലെ അവസാനത്തെ വ്യക്തിക്കും വികസനം എത്തണം എന്നുള്ളതാണ് BJPയുടെ രാഷ്ട്രീയം. അതാണ് ഈ വികസന പദ്ധതികളിൽ കേരളത്തിന് ഈ വാരിക്കോരി നൽകിയതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഫ്ലക്സ് അടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പണി തുടങ്ങേണ്ടതാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന ഏക പണി 250 രൂപയുടെ 8-4 ഒരു ഫ്ലക്സ് അടിച്ചു വെക്കുക എന്നുള്ളതാണ്. പൈസ ഇതിനോടകം തന്നെ നരേന്ദ്രമോദി അനുവദിച്ചിട്ടുണ്ട്. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ വളരെ വേഗം പോവുകയാണ്. അതായത് ബംഗാൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പശ്ചിമ ബംഗാളിൽ ജൂലൈ 24 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളെ പാർട്ടി പ്രഖ്യാപിച്ചു എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. മുൻ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാംഗങ്ങളായ സുഷ്മിത ദേവ്, സുഖേന്ദു ശേഖർ റായ്, പ്രകാശ് ചിക്ബറൈക് എന്നിവരെയാണ് BJP മത്സരിപ്പിക്കുന്നത്. ഇവർ അടുത്തിടെ TMCയിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്ന നേതാക്കളാണ്. TMCയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ വ്യാഴാഴ്ച കൊൽക്കത്തയിലെ സാൾട്ട് ലേക്കിലുള്ള പശ്ചിമ ബംഗാൾ BJP ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യയുടെ സാന്നിധ്യത്തിൽ മൂവരും ഔദ്യോഗികമായി BJPയിൽ ചേർന്നിരുന്നു. പാർട്ടിയിൽ ചേർന്നതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഈ 3 നേതാക്കളും BJPയിൽ ചേർന്നത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. അതേസമയം രാഷ്ട്രീയത്തിലെ ആയാറാം ഗയാറാം എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ തോന്നിക്കുകയും ചെയ്യുന്നു. നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന ആളുകളാണ്. ഈ സുഷ്മിത ദേവൊക്കെ 2021 കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നത്. അവിടെ മമതാ ബാനർജി അവരെ രാജ്യസഭ MP ആക്കി. മമതയുടെ അധികാരം പോയി വഴിയാധാരമായതോടുകൂടി പതിയെ BJPയിലേക്ക് കളം മാറ്റി ചവിട്ടി. നാളെ മറ്റാരെങ്കിലും അധികാരത്തിൽ വന്നാൽ സുഷ്മിത ദേവും സംഘവും അങ്ങോട്ടും പോകും. രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരല്പമെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് BJPയിൽ മാത്രമായിരുന്നു. ഇപ്പോൾ ബംഗാളിൽ ചില പ്രാദേശികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രാദേശികമായ ചില കണക്കുകൂട്ടലുകൾ ഒക്കെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ളവരെ കൂടി ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ആയാറാം ഗയാറാം ആകുമോ ഈ
സുഷ്മിതാ ദേവും സംഘവും എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. ഇവരൊക്കെ തന്നെ ഈ അധികാരം കണ്ട് നീങ്ങുന്ന ആളുകളാണ് എന്ന് ഒരിക്കൽ തെളിയിച്ചതുമാണ്. മറ്റ് വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ജമ്മു കശ്മീരിൽ നിന്നുള്ള വാർത്തയാണ്. കശ്മീരിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ, കോച്ചിംഗ് സെന്ററുകൾ, അതോടൊപ്പം ലൈബ്രറികൾ, ഓഫീസുകൾ, ക്ലാസ് മുറികൾ, സ്റ്റാഫ് റൂമുകൾ എന്നിവിടങ്ങളിലുള്ള പുസ്തകങ്ങളിൽ അനുചിതമോ എതിർപ്പിന് ഇടയാക്കുന്നതോ ആയ ഉള്ളടക്കമുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എതിർപ്പിന് ഇടയാക്കുന്ന ഉള്ളടക്കമുള്ള ഒരു പുസ്തകവും ഇല്ലെന്ന് ഉറപ്പാക്കണം എന്നാണ് നിർദ്ദേശം. ഇത് ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ അല്ലെങ്കിൽ സോണൽ എഡ്യൂക്കേഷൻ ഓഫീസർക്ക് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്കൂളുകൾക്കായി വാങ്ങിയ ചില പുസ്തകങ്ങളിൽ വിഘടനവാദ നേതാക്കളെ മഹത്വവൽക്കരിക്കുന്ന ഉള്ളടക്കം ഉണ്ട് എന്നാരോപിച്ച് BJP പ്രതിഷേധമുയർത്തുകയും തുടർന്ന് അത്തരം ചില പുസ്തകങ്ങൾ സർക്കാർ പിൻവലിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് നടപടി. അവിടെ ഭരിക്കുന്നത് ഈ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. കോൺഗ്രസ് പിന്തുണയും നൽകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ചരിത്രം നമുക്കറിയാം. ഷെയ്ഖ് അബ്ദുള്ളയുടെ മകൻ ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ ഒമർ അബ്ദുള്ള ഭരിക്കുമ്പോൾ വിഘടനവാദികൾക്ക്, സെപ്പറേറ്റിസ്റ്റുകൾക്ക്, തീവ്രവാദികൾക്ക്, കൊടും ഭീകരർക്ക് വെള്ളപൂശുന്ന നിലപാട് പുസ്തകങ്ങളിൽ മാത്രമല്ല മറ്റെവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. എന്നാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ, ചരിത്രം പേറുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പിന്തുണയ്ക്കുമ്പോൾ അതുണ്ടാകരുതായിരുന്നു എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഹാഫിസ് സെയ്ദിനെ അടക്കം വെള്ളപൂശിക്കൊണ്ടുള്ള പുസ്തകം അവിടെ ഇറങ്ങി. BJP മാത്രമാണ് പ്രതിഷേധിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ആ പുസ്തകം പിൻവലിച്ചു. തൊട്ട് പിന്നാലെയാണ് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ കൂടിയായ മനോജ് സിൻഹ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം പരിശോധിക്കാനും അതിൽ ഇത്തരത്തിലുള്ള ഉള്ളടക്കമില്ല എന്ന് ഉറപ്പാക്കാനും തീരുമാനിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്തെ നൂറുകണക്കിന് ആളുകളെ കൊന്ന നമ്മുടെ ജവാന്മാരെ വളഞ്ഞിട്ട് കല്ലെറിഞ്ഞ, വെടിവെച്ച് കൊലപ്പെടുത്തിയ ഈ കൊടും ഭീകരരെ വെള്ളപൂശിക്കൊണ്ടാണ് ഒരു പുസ്തകം അവിടുത്തെ സർക്കാർ ഇറക്കിയത്, അവിടുത്തെ ഈ ഒമർ അബ്ദുള്ള സർക്കാർ ഇറക്കിയത്. അത് കോൺഗ്രസ് പിന്തുണയോടെ ഭരിക്കുമ്പോഴാണ് ഇറക്കിയത് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. ഇവിടുത്തെ വിഘടനവാദികളെ, ഇവിടുത്തെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എന്ന് തരം താഴ്ന്നോ അന്ന് മുതൽ അധികാരത്തിൻ്റെ അയലത്ത് ആ സർക്കാർ, ആ ഒരു സംവിധാനം, ആ ഒരു പാർട്ടി എത്തുന്നില്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. അതായത് പാക് അധീന കശ്മീരിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പാക് സർക്കാരിന് അന്ത്യശാസനം നൽകി പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭകർ എന്നതാണ് വാർത്ത. തങ്ങൾ മുന്നോട്ട് വെച്ച 38 ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ അവസാനവും നിർണായകവുമായ ഘട്ടത്തിലേക്ക് കടക്കും എന്നതാണ് പ്രക്ഷോഭകർ മുന്നറിയിപ്പ് നൽകുന്നത്. ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് ഈ മുന്നറിയിപ്പ് നിലവിലിപ്പോൾ നൽകിയിട്ടുള്ളത്. പാക് ഭരണകൂടത്തിന് 48 മണിക്കൂർ സമയപരിധിയാണ് അവർ നൽകുന്നത്. പാകിസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയ കശ്മീരി അഭയാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന 12 നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഉയർന്ന പണപ്പെരുപ്പത്തിനിടയിൽ ആശ്വാസമേകാൻ ഗോതമ്പ് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി വർദ്ധിപ്പിക്കുക, വൈദ്യുതി നിരക്ക് കുറയ്ക്കുക എന്നിവയും പ്രധാന ആവശ്യങ്ങളായി ഉണ്ട്. പാക് അധീന കശ്മീർ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാൾ. എന്നാൽ അതിപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് പോയിരിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ പാക് അധീന കശ്മീരിൽ വലിയ സംഘർഷമുണ്ടാകും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ജമ്മു കശ്മീരിൽ കടന്നു കയറി ജമ്മു കശ്മീരിലെ ആളുകൾക്ക് കല്ലെറിയാൻ പണം നൽകി, ജമ്മു കശ്മീരിലെ ആളുകൾക്ക് തോക്കും ആയുധങ്ങളും നൽകി ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഇളക്കി വിട്ടപ്പോൾ പാകിസ്ഥാൻ ഓർത്തില്ല ഇതുപോലെ തന്നെ അവരുടെ ഇടയിലും സംഭവിക്കും എന്നുള്ളത്. ഈ കർമ്മ എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ബൈജു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുപോലൊന്ന് കൂടെ നിന്ന് ചതിക്കുമ്പോൾ ഓർത്തില്ല അലിയോടെ, ഇതുപോലൊന്ന് അവിടെയും കാണുമെന്ന്. അപ്പോൾ ഈ പണിയെടുക്കുന്ന പാകിസ്ഥാൻ ഓർക്കേണ്ട കാര്യം,
ഭാരതത്തിനും അറിയാം ചില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനും ചില കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ പഠിപ്പിക്കാനും. അപ്പോൾ പാക് അധീന കശ്മീരിലെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ പുകയട്ടെ. ആ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ ആ പാകിസ്ഥാൻ ഭരണകൂടം ശ്രമം തുടരട്ടെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇന്ത്യൻ കശ്മീരിലേക്ക് അതിൻ്റെ അതിർത്തികൾ തുറന്നു കൊടുക്കണം എന്ന് അവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം അടിവരയിട്ട് പറയാം, ആ കൂട്ടത്തിൽ ഒരെണ്ണത്തിനെ പോലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ് പ്രിയ പ്രേക്ഷകരെ. അത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ ഗ്രൂമിംഗ് ഗ്യാങ്ങിനെതിരെ ഓസ്ട്രേലിയയിലും കടുത്ത നടപടി എന്നതാണ് വാർത്ത. ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഏതെങ്കിലും തരത്തിൽ ഈ കല്യാണത്തിനും മറ്റുമൊക്കെയായി ആളുകളെ ഗ്രൂം ചെയ്യുന്ന പരിപാടിയാണെന്ന്. ഇവരുടെ പരിപാടി പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയിട്ടുള്ള മുസ്ലിം യുവാക്കൾ അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും മറ്റ് വനിതകളെയും ഈ പെൺകുട്ടികളെയും ഒക്കെ തന്നെ വളഞ്ഞിട്ട് പിടിക്കുന്ന പണിയാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്നത്. അവരെ പ്രണയത്തിലൂടെയും സൗഹൃദത്തിലൂടെയും ഒക്കെ കൂടെ കൂട്ടി അവർക്ക് കള്ളും കഞ്ചാവും ബ്രൗൺ ഷുഗറും ഡ്രഗും ഒക്കെ നൽകി അവരുടെ ബുദ്ധി നശിപ്പിച്ച് അവരെ കൂടെ നിർത്തി വ്യഭിചാരത്തിനും മറ്റും കൊണ്ട് കൊടുക്കുന്ന പണിയാണ് ഇവന്മാർ ചെയ്തു പോന്നിരുന്നത്. ബ്രിട്ടനിൽ ഈ അടുത്തിടെ അവിടുത്തെ ഒരു MP ഇക്കാര്യം ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിച്ചിരുന്നു. 2.5 ലക്ഷത്തിലധികം പെൺകുട്ടികൾ ഇരയായി എന്നുള്ളതാണ് അദ്ദേഹം പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോഴിതാ ഓസ്ട്രേലിയയിലും ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. തുടർന്നാണ് ഓസ്ട്രേലിയ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. ഓസ്ട്രേലിയയിൽ വ്യാപക പരിശോധന നടക്കുന്നു എന്നതാണ് കിട്ടുന്ന വിവരം. കുട്ടികളെയും പെൺകുട്ടികളെയും വനിതകളെയും പാക് ഗ്രൂമിംഗ് ഗ്യാങ്ങിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ള പാകിസ്ഥാനികളെയും അവിടെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് അന്വേഷണ ഏജൻസികളുടെ വൻ നീക്കം നടന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനികൾ എവിടെ പോയാലും അഭയാർത്ഥികളായി ചേക്കേറിയാലും പഠിച്ചതേ പാടൂ എന്നതാണ് അവരുടെ അവസ്ഥ. അത് പാകിസ്ഥാനികളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ കേരളത്തിലും ഈ രാജ്യത്തും ഈ ലവ് ജിഹാദ് പോലെയുള്ള, അവിടെ ഗ്രൂമിംഗ് ജിഹാദ് ആണെങ്കിൽ ഇവിടെ ലവ് ജിഹാദാണ്. അതാണ് ഇവർ പഠിച്ച പണി 18 നോക്കാൻ ശ്രമിക്കുന്നത്. മതം മാറ്റുക, പ്രണയം നടിക്കുക, പ്രണയം നടിച്ച് വീഴ്ത്തുക, അതിനുശേഷം മതം മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനെ എതിർക്കുകയാണെങ്കിൽ അവർ വർഗീയവാദികളായി മാറും. അത് തുറന്നു കാട്ടുന്ന ചിത്രങ്ങൾ എടുത്താൽ ദ കേരള സ്റ്റോറിയെ ആക്രമിച്ചതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യും. ഓസ്ട്രേലിയയിലും ബ്രിട്ടനിലുമൊക്കെ ആ പണിയുമായി ചെന്നാൽ അവിടുത്തെ സായിപ്പന്മാർ കൈവയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ തന്നെ അവിടുത്തെ സർക്കാരിനെ സംരക്ഷിക്കാൻ കഴിയട്ടെ. ഈ ജിഹാദി സംഘത്തെ അമർച്ച ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. മധ്യപ്രദേശ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരിയുടെ സഹോദരൻ ലഹരി മരുന്ന് കേസിൽ കസ്റ്റഡിയിൽ എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. ഇയാൾക്ക് ലഹരി മരുന്ന് സംഘവുമായി ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കയ്യോടെ പിടിക്കുന്നത് ഇപ്പോഴാണ്. മധ്യപ്രദേശ് സംസ്ഥാന PCC അധ്യക്ഷൻ ജിത്തു പട്വാരിയുടെ സഹോദരനാണ് ലഹരി മരുന്ന് ശൃംഖലയുമായി ബന്ധമുള്ളത്. ഇൻഡോറിലെ 2 ലഹരി മരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. പിടിച്ചെടുത്ത മയക്കുമരുന്ന് മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരിയുടെ സഹോദരനായ നാനാ പട്വാരിക്ക് വേണ്ടിയാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. രാജേന്ദ്രനഗർ പോലീസ് ഇർഫാൻ ഖാൻ, റാണി ഭായ് എന്നിവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പിടിച്ചെടുത്ത ലഹരി മരുന്ന് നാനാ പട്വാരിക്കും മനവ് ഗംഗ്വാനിക്കും കൈമാറാനാണെന്ന് ഈ കാരിയർമാർ വ്യക്തമാക്കുകയായിരുന്നു. നാനാ പട്വാരിയുടെ ക്രിമിനൽ പശ്ചാത്തലവും മറ്റും പോലീസ് പരിശോധിച്ചപ്പോൾ ഇയാൾക്കെതിരെ മുമ്പ് 9 ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ നാനാ പട്വാരി ഒരു ചെറിയ മീനല്ല എന്നാണ് മനസ്സിലാകുന്നത്. കേരളത്തിൽ രമേശ് ചെന്നിത്തലയുടെയൊക്കെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ നടക്കുകയാണ്.
കോൺഗ്രസ് വലിയ തോതിൽ ആഘോഷിച്ച കാര്യമാണ് അത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതാ ലഹരിമരുന്ന് സംഘത്തിനെതിരെ, മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഞങ്ങൾ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, നിങ്ങളുടെ PCC അധ്യക്ഷന്റെ സഹോദരൻ ഇപ്പോൾ ബ്രൗൺ ഷുഗറുമായി പിടിയിലായിട്ടുണ്ട്, കസ്റ്റഡിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്തെ യുവാക്കളെ, ഈ രാജ്യത്തെ യുവജനതയെ ലഹരിയിൽ മുക്കിക്കൊല്ലാൻ കോൺഗ്രസ് നേതാക്കളുടെ ബന്ധുക്കൾ തന്നെ ഇറങ്ങി പുറപ്പെടുന്നത് വല്ലാത്ത കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ രാജ്യം മുഴുവൻ ലഹരിക്കെതിരെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ കൂടിയായ ജിത്തു പട്വാരിയുടെ സഹോദരൻ നാനാ പട്വാരി ഈ ബ്രൗൺ ഷുഗർ കച്ചവടം ചെയ്യുന്നത്. മോഹൻലാൽ പറഞ്ഞ ആ ഡയലോഗാണ് ഈ രാഹുൽ ഗാന്ധി ബ്രിഗേഡിനോട് പറയാനുള്ളത്. നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഒരു വാർത്തയാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്വകാര്യ വ്യക്തികളും പ്രവേശിക്കുന്നതും പരിപാടികൾ സംഘടിപ്പിക്കുന്നതും വിലക്കി തമിഴ്നാട് സർക്കാർ എന്നതാണ് വാർത്ത. അവിടെ രാഷ്ട്രീയം നിരോധിക്കുന്നു. സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കാനുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുള്ളതല്ല എന്നും വ്യക്തമാക്കിയാണ് സർക്കുലർ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മാത്രമേ സ്കൂളുകളിലും ക്ലാസ് മുറികളിലും പ്രവേശനം അനുവദിക്കൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി രാജ്മോഹൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഇത്രയും വാർത്ത കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേതോ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ സ്കൂളുകളിൽ കടന്നു കയറി കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം മുടക്കുന്നു, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനാൽ അവിടുത്തെ മുഖ്യമന്ത്രി കൂടിയായ ജോസഫ് വിജയ് നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനവും ഈ രാഷ്ട്രീയ പ്രവർത്തകരെയും സ്കൂളുകളിൽ നിന്നും ഒഴിവാക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ചത്? എന്നാൽ അതിൻ്റെ യഥാർത്ഥ കാരണം പറയാം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തമിഴക വെട്രി കഴകം പ്രവർത്തകർ നടത്തിയ ആഘോഷ പരിപാടികൾ വിവാദമായതിന് പിന്നാലെയാണ് തീരുമാനം. സ്വന്തം പാർട്ടിക്കാർ തന്നെ സ്കൂളുകളിൽ കയറി, അത് സർക്കാർ എന്നോ എയ്ഡഡ് എന്നോ വ്യത്യാസമില്ല, സ്കൂളുകളിൽ കയറി അണ്ണൻ്റെ ജന്മദിനം ആഘോഷമാക്കുക എന്നുള്ള പണിയാണ് ചെയ്തത്. കുട്ടികൾക്ക് ലഡു വിതരണം ചെയ്യുക, അവിടെ അണ്ണന് ജയ് വിളിക്കുക, അണ്ണൻ്റെ ചിത്രത്തിൽ പാലഭിഷേകം നടത്തുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇത് വലിയ വിവാദമായി മാറി. അപ്പോൾ കയ്യിലിരിപ്പ് മോശമാണെന്ന് ജോസഫ് വിജയ്ക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും അണ്ണൻ്റെ അടുത്ത ജന്മദിനം അണ്ണനും പരിവാരങ്ങളും മാത്രം ആഘോഷിക്കട്ടെ. പാവപ്പെട്ട കുട്ടികൾ, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ പഠിക്കട്ടെ. വൈകി വന്ന ബുദ്ധിക്ക് നമോവാകം എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. RSSുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. RSS പ്രാന്തപ്രചാരക് ബൈഠക്കിന് കർണാടകയിലെ ബലഗാവിയിൽ ഇന്ന് തുടക്കം എന്നതാണ് വാർത്ത. സംഘടനാ ഘടനയിലുള്ള 11 ക്ഷേത്രങ്ങളിൽ നിന്നും 46 പ്രാന്തങ്ങളിൽ നിന്നുമുള്ള പ്രാന്തപ്രചാരകർ, സഹപ്രചാരകർ, ക്ഷേത്രീയ പ്രചാരകന്മാർ എന്നിവർ ഈ ബൈഠക്കിൽ പങ്കെടുക്കും. 32 വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ സംഘടനാ സെക്രട്ടറിമാരും യോഗത്തിലെത്തും എന്നാണ് മനസ്സിലാകുന്നത്. ശതാബ്ദി വർഷത്തിലെ സംഘടനാ കാര്യങ്ങളും ഭാവി പരിപാടികളും യോഗത്തിൽ ചർച്ചയാകും. അപ്പോൾ ഇത്രയധികം മുതിർന്ന കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ സംഘടനാ സെക്രട്ടറിമാരും യോഗത്തിലെത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വളരെ 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 പ്രാധാന്യമുള്ള ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബൈഠക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അത് ബലഗാവിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. പ്രാന്തപ്രചാരക് ബൈഠക്ക് കർണാടകയിലെ ബലഗാവിയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുകയാണ്, അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി ഈ യോഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത കൂടി, പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് നൽകാനുള്ളത്, രാജ്യവ്യാപകമായി കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പല പ്രദേശങ്ങളിലും ശക്തമായ മഴ നിലനിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിൽ റെക്കോർഡ് മഴയാണ് കിട്ടിയത്. ഇന്നിപ്പോൾ ഡൽഹിയിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്, രാവിലെ വലിയ മഴയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് മഴയാണ് കിട്ടിയത് എന്ന വിവരമാണ് നൽകാനുള്ളത്. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഡൽഹിയിലെ വായു ഗുണനിലവാരത്തിൽ വൻ മുന്നേറ്റം എന്നതാണ് പറയുന്നത്. 3 വർഷത്തിനിടയിൽ ഏറ്റവും ശുദ്ധമായ വായു
അത് ഡൽഹിയിൽ കിട്ടിയിരിക്കുന്നു. ഇന്നലെ രേഖപ്പെടുത്തിയത് 48 AQI മാത്രം, അതായത് അതിഗംഭീര വായു ഗുണനിലവാരം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഡൽഹിയിലെ കമ്പയർ ചെയ്യുമ്പോഴാണ് പറയുന്നത്. ആശ്വാസത്തിനൊപ്പം പക്ഷേ ഈ മഴ ദുരിതമായി എന്നുകൂടിയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. നഗരത്തിലെ 68 പ്രധാന കേന്ദ്രങ്ങളിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. രാജ്യതലസ്ഥാനത്ത് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായിരുന്നു. യമുനാ നദിയിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ തുടരുകയാണ്, അത് താഴ്ന്നിട്ടില്ല. ഇന്നും ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിനു മുമ്പ് ഒരു ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ട് അന്ന് ചൂട് കാരണം ഇരിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണോ എന്നറിയില്ല. എന്തായാലും ഇന്നും മഴയുണ്ടാകും എന്നാണ് പ്രവചനം. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ നേഷൻ ഫസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് കടക്കുകയാണ്. അതിനിടെ കുറേ വാർത്തകൾ നമ്മുടെ സീനിയർ റിപ്പോർട്ടർ എസ് നന്ദഗോപൻ ബ്രേക്കിംഗ് ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരുന്ന മണിക്കൂറുകളിൽ എത്തും. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി എന്നൊരു വാർത്ത നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോടികളുടെ കൽക്കരി മദ്യ അഴിമതി കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പാർട്ടി സംസ്ഥാന ട്രഷറർ രാംഗോപാൽ അഗർവാൾ അറസ്റ്റിൽ എന്നുള്ള വാർത്തയാണ് ഒന്നാമത്തേത്. കോൺഗ്രസ് ആണ്, അഴിമതിയില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല, അപ്പോൾ അറസ്റ്റൊക്കെ തന്നെ ഉണ്ടാകും, സ്വാഭാവികം മാത്രം. ഉത്തർപ്രദേശിൽ പ്രളയഭീതി എന്നൊരു വാർത്ത കൂടി നൽകുന്നുണ്ട് നന്ദഗോപൻ. മഹാരാഷ്ട്രയിലും ഏകീകൃത സിവിൽ കോഡെന്നും കരട് നിയമം തയ്യാറാക്കാൻ 7 അംഗ വിദഗ്ധ സമിതി എന്ന വാർത്തയും ഇട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നക്സൽ ഭീതി ഒഴിഞ്ഞതോടെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്തുന്നു എന്നും മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വേഗത്തിൽ ഒരുക്കുന്നു സർക്കാർ എന്നുള്ള വാർത്തയും നൽകാൻ കഴിയുന്നു. അങ്ങനെ അനവധി വാർത്തകൾ വരുന്ന മണിക്കൂറുകളിലേക്കായി തയ്യാറാണ് ദേശീയ തലത്തിൽ. അപ്പോൾ ദേശീയ വാർത്തകൾ കൃത്യമായി അറിയാൻ എല്ലാ ദിവസവും ജനം TV കാണുക. നേഷൻ ഫസ്റ്റിലൂടെ ഒരു ദിവസം സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ നേഷൻ ഫസ്റ്റിലൂടെ മനസ്സിലാക്കുക. തുടർന്നുള്ള മണിക്കൂറുകളിൽ ദേശീയ തലത്തിൽ ഓരോ വാർത്തകളും ഓരോ സ്പന്ദനങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കും. രാത്രി 9:30 ഒരു ദിവസം സംഭവിച്ച മുഴുവൻ ദേശീയ വാർത്തകളും കോർത്തിണക്കി നേഷൻ പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്റ്റീജിയസ് ബുള്ളറ്റിൻ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. നിങ്ങളാണ് നമ്മുടെ ശക്തി. ഈ 2 പ്രോഗ്രാമുകളും വിജയിപ്പിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ജനം TVയിൽ തുടരുക. ദേശീയ വാർത്തകൾ കൃത്യമായി ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ്, ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം 8 മണിക്ക് വീണ്ടും കാണാം നേഷൻ ഫസ്റ്റുമായി. അതുവരേക്കും വിട. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ആങ്കർമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും നിങ്ങൾക്കൊപ്പം ചേരും. ഇടവേള.